ചില ഭാഗങ്ങളിലെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന്, ഞാൻ കൈകളിലെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് 1 മാസം കൊണ്ട് പതിയെ മൂവ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ബ്രീത്തിങ്ങിന്റെ കാര്യം. ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ശരിക്കും ഇങ്ങനെ ആവരുത്, കൈ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്, ഇങ്ങനെയല്ല. ഹലോ, ഇന്നെന്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്തത് കൊണ്ടും എക്സസൈസ് ചെയ്തത് കൊണ്ടും നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കുറയുന്നതിന് കാരണമാകുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി നമ്മുടെ ബോഡിയിലെ ചില ഭാഗങ്ങളിലെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് ആ ഭാഗത്തിന് വേണ്ട ചില എക്സസൈസുകൾ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ കൈകളിലെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് പ്രത്യേകം ചില എക്സസൈസുകൾ തന്നെ ചെയ്തിരുന്നു. ഡെയിലി 2 ടൈംസ് ഒക്കെ ഇത് ചെയ്തത് കൊണ്ട് 1 മാസം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പോലൊരു റിസൾട്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ചെയ്ത എക്സസൈസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നിന്നുകൊണ്ട് തന്നെയാണ് ഈ എക്സസൈസുകൾ ചെയ്തത്. ഇനി ചെയറിൽ ഇരുന്നുകൊണ്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം നമ്മൾ കൈകൾ ഇങ്ങനെ നീട്ടിപ്പിടിക്കാം. ഷോൾഡർ ലെവലിൽ വേണം കൈകൾ നീട്ടിപ്പിടിക്കേണ്ടത്. അതിനുശേഷം പതിയെ മൂവ് ചെയ്യാം, മുകളിലോട്ടും താഴോട്ടും പതിയെ മൂവ് ചെയ്യാം. കൈകൾ മൂവ് ചെയ്യുമ്പോൾ ശരിക്കും ഇങ്ങനെ പൊങ്ങരുത്, അതുപോലെ തന്നെ ശരിക്കും ഇങ്ങനെ താഴ്ന്നു പോകരുത്. ഷോൾഡർ ലെവലിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് താഴോട്ടും മുകളിലോട്ടും മൂവ് ചെയ്യാം. ഇതൊരു 20 ടൈംസ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരിക്കും ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കൈ നന്നായിട്ട് കഴിക്കുന്നതായിട്ട് തോന്നും. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് നന്നായിട്ട് കൈ കഴിക്കുന്നതായിട്ട് തോന്നും. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാം. അടുത്തത് കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം പതിയെ ഇങ്ങനെ മൂവ് ചെയ്യാം. നമ്മൾ ഈ എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും ചെയ്യണം. നോർമലി നമ്മൾ എങ്ങനെയാണ് ശ്വാസം എടുക്കുക അതുപോലെ തന്നെയാണ് ബ്രീത്തിങ്ങിന്റെ കാര്യം. ശ്വാസം പിടിച്ചു വെച്ചിട്ട് ഈ എക്സസൈസുകൾ ചെയ്യേണ്ട കാര്യമേ ഇല്ല. ശരിക്കും റിലാക്സ് ചെയ്തുകൊണ്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇനി കൈകൾ ഇങ്ങനെ പിടിച്ച ശേഷം റൗണ്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യാം. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആന്റി ക്ലോക്ക് വൈസ്. നമ്മൾ കൈകൾ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ശരിക്കും ഇങ്ങനെ ആവരുത്, ശരിക്കും നമ്മൾ സ്ട്രെച്ച് ചെയ്തതിനെ പിടിക്കണം. അടുത്തത് നമ്മൾ കൈകൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി പിടിച്ച ശേഷം ക്രോസ് ചെയ്യാം. മുകളിൽ കൂടിയും താഴെ കൂടിയും ക്രോസ് ചെയ്യാം. ഇത് ക്രോസ് ചെയ്യുമ്പോൾ നമ്മളെ കൈ ഇങ്ങനെ വന്ന് ക്രോസ് ചെയ്യരുത്. ശരിക്കും നമ്മള് ലെവലിൽ തന്നെ നിർത്തുക കൈയിനെ. അടുത്ത എക്സസൈസ്, നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ച ശേഷം കൈപ്പത്തി ജസ്റ്റ് ചരിക്കുക. എന്നിട്ട് പുറകിലോട്ടും മുന്നോട്ടും ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക. അതായത് കൈ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്, ഇങ്ങനെയല്ല. കൈപ്പത്തി ഇങ്ങനെ തന്നെ പിടിക്കണം. എന്നിട്ട് പുറകോട്ട് ജസ്റ്റ് പുഷ് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ ഡെയിലി ഒരു 2 ടൈംസ് ഒക്കെ പറ്റുമെങ്കിൽ അതിൽ കൂടുതലും ചെയ്യുകയാണെങ്കിൽ 1 മാസം കൊണ്ട് വളരെ പെട്ടെന്ന് വലിയൊരു റിസൾട്ട് നമ്മുടെ കൈകളിൽ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്